Welcome to another video. Subject is data structure using C, and today's topic is algorithms, complexity and time space trade-off, bigger notation. നമ്മളത് തേർഡ് വീഡിയോ ആണ് ഡാറ്റ സ്ട്രക്ചറിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ. അപ്പോൾ അതിന് മുൻപ് ഡാറ്റ സ്ട്രക്ചറിൻ്റെ കുറച്ച് ഇൻട്രോ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിരുന്നു കാറ്റഗറീസ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ അതിൽ തന്നെ ഓപ്പറേഷൻസും അപ്ലിക്കേഷൻസും ഒക്കെ നോക്കി. അപ്പോൾ ഇനി ഒരു സെപ്പറേറ്റ് ഒരു ടോപ്പിക്കാണ് അൽഗോരിതംസ്. പിന്നെ ഈ ഡാറ്റ സ്ട്രക്ചർ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഫുള്ളായിട്ട് പഠിക്കുന്നത് ഡിഫറെൻറ്റ് ഡാറ്റ സ്ട്രക്ചേഴ്സും ദെൻ അവരുടെ യൂസ്, ദെൻ സി പ്രോഗ്രാം വെച്ചിട്ടുള്ള കോഡിങ്, ദെൻ അൽഗോരിതംസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെയാണ് വരിക. അപ്പോൾ നമുക്കതിന് മുൻപ് ഈ അൽഗോരിതംസിൻ്റെ പെർഫോമൻസ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് നൊട്ടേഷൻസ്, അപ്പോൾ അതിൽ വരുന്നതാണ് ഈ ബിഗ് നൊട്ടേഷനൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അൽഗോരിതം എന്താണെന്ന് അറിയാം അല്ലേ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ് ടു എക്സിക്യൂട്ട് എ പ്രോഗ്രാം. നമുക്ക് അറിയാം അൽഗോരിതം. So it's a sequence of unambiguous instructions for solving a problem. That is for obtaining a required output for any legitimate input in a finite amount of time. Okay. അപ്പോൾ അൺആംബിഗ്വസ് ആയിട്ടുള്ള, അതായത് കൺഫ്യൂസിങ് അല്ലാത്ത ഇൻസ്ട്രക്ഷൻസ് ആണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു സീക്വൻസ് ഓഫ് ടൈമിൽ, അതൊരു ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ടൈമിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസിനെയാണ് അൽഗോരിതംസ് എന്ന് പറയുന്നത്. നമുക്ക് അൽഗോരിതം ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പൊ അൽഗോരിതത്തിന് കുറെ ഡെഫിനേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എനി വെൽ ഡിഫൈൻഡ് കമ്പ്യൂട്ടേഷണൽ പ്രൊസീജിയർ ദാറ്റ് ടേക്സ് സം വാല്യൂ ഓർ സെറ്റ് ഓഫ് വാല്യൂസ് ആസ് ഇൻപുട്ട് and produces a set of values or some values as output. Algorithm is a sequence of computational steps that transforms the input into output. അപ്പോൾ എല്ലാം പറയുന്നത് ഒരേ കാര്യം തന്നെയാണ് കേട്ടോ. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ആ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് യു ആർ ഗീവിങ് legitimate input, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് കൊടുക്കുക വെച്ചാൽ ആഫ്റ്റർ എ ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ടൈം വി വിൽ ഗെറ്റ് ദ റിക്വയർഡ് ഔട്ട്പുട്ട്. സോ ദ സെറ്റ് ഓഫ് കമ്പ്യൂട്ടേഷണൽ സ്റ്റെപ്സ് ദാറ്റ് ട്രാൻസ്ഫോംസ് ദ ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. ഇതെല്ലാം പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. നമ്മൾ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് അൽഗോരിതത്തിന്റെ പെർഫോമൻസിന് നോക്കിയിട്ടാണ്. സോ പെർഫോമൻസ് ഓഫ് എ പ്രോഗ്രാം, ടൈം ആൻഡ് സ്പേസ് ട്രേഡ് ഓഫ്. ഒരു പ്രോഗ്രാമിന്റെ പെർഫോമൻസ് എന്തൊക്കെയൊക്കെ ബേസിസിലാണ് പറയാം. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി ആൻഡ് ടൈം നീഡഡ് ടു റൺ എ പ്രോഗ്രാം. അപ്പോൾ നമുക്ക് ഒരു പ്രോഗ്രാമിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ് മെയിൻ ആയിട്ട്. അതിന് എത്ര സ്പേസ് വേണം ആ പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ, ആ പ്രോഗ്രാം റൺ ചെയ്യാൻ എത്ര സ്പേസ് വേണം. അടുത്തത് എത്ര ടൈം വേണം അതിന് ഔട്ട്പുട്ട് കിട്ടാനായിട്ട്. സോ ദ ടൈം, കമ്പ്യൂട്ടർ മെമ്മറി ആൻഡ് ടൈം നീഡഡ് ടു റൺ എ പ്രോഗ്രാം, അതിനാണ് പെർഫോമൻസ് ഓഫ് എ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് വി യൂസ് ടു അപ്രോച്ചസ് ടു ഡിറ്റർമിൻ ദ പെർഫോമൻസ്. ഫസ്റ്റ് വന്ന് പറയുന്നത് അനലിറ്റിക്കൽ അപ്രോച്ചും സെക്കൻഡ് വന്ന് എക്സ്പെരിമെന്റൽ അപ്രോച്ചും ആണ്. ഇപ്പൊ പെർഫോമൻസ് അനാലിസിസ് ആണെങ്കിൽ നമ്മൾ അനലിറ്റിക്കൽ മെത്തേഡ് ആണ് യൂസ് ചെയ്യുക. വൈൽ ഇൻ പെർഫോമൻസ് മെഷർമെന്റ് ആണെങ്കിൽ നമുക്ക് എക്സ്പെരിമെന്റൽ അപ്രോച്ചസും യൂസ് ചെയ്യാം. അപ്പൊ ഒരു പ്രോഗ്രാമിന്റെ പെർഫോമൻസിനെയാണ് നമ്മൾ പറയുന്നത് രണ്ട് തരം അപ്രോച്ച്. അനലൈസ് ചെയ്യാനായിട്ട് അനലിറ്റിക്കൽ അപ്രോച്ചും ദെൻ അത് എക്സ്പെരിമെന്റൽ അപ്രോച്ച് ആണ് നമുക്കത് മെഷർ ചെയ്യാനായിട്ട്, എക്സാക്ട് മെഷർമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്പെരിമെന്റൽ അപ്രോച്ചും ആണ് യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന മേജർ ആയിട്ടുള്ള രണ്ട് കൺസേൺ ആണ് ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റിയും. ഇപ്പൊ ടൈം കോംപ്ലക്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടൈം നീഡഡ് ബൈ എൻ അൽഗോരിതം expressed as a function of the size of a problem is called the time complexity of the algorithm. അപ്പോൾ ഒരു അൽഗോരിതം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യാൻ വേണ്ട ടൈം അത് എന്തിന്റെ ബേസിലാണ്, അതിന്റെ പ്രോഗ്രാമിന്റെ സൈസിന്റെ ബേസിൽ. ഓക്കെ, സൈസിന്റെ ബേസിസിൽ എത്ര ടൈം വേണം, അത് അതായത് ചെറിയ പ്രോഗ്രാം ആണെങ്കിൽ കുറവ് സമയം മതി, കൂടുതൽ വലിയ പ്രോഗ്രാം ആണെങ്കിൽ കൂടുതൽ ടൈം വേണ്ടി വരും അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, കൂടുതൽ ടൈമുള്ള പ്രോഗ്രാം അവരുടെ പെർഫോമൻസ് മോശമാണെന്നാണോ? അല്ല, കാരണം ആ പ്രോഗ്രാമിന്റെ സൈസ് വലുതായിരിക്കും. അപ്പോൾ നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത് സൈസിന്റെ ബേസിസിലാണ് ടൈമിന്റെ അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, സോ ദ ടൈം കോംപ്ലക്സിറ്റി ഓഫ് എ പ്രോഗ്രാം ഈസ് ദ amount of computer time it needs to run to completion.
അതായത് ഒരു പ്രോഗ്രാം എൻഡ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര ടൈം വേണം, അതിനെയാണ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ദ ലിമിറ്റിംഗ് ബിഹേവിയർ ഓഫ് ദ കോംപ്ലക്സിറ്റി ആസ് സൈസ് ഇൻക്രീസസ് ഈസ് കോൾഡ് ദ അസിംപ്ടോട്ടിക് ടൈം കോംപ്ലക്സിറ്റി. ഓക്കെ, അതായത് നമുക്ക് അറിയാമല്ലോ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ടൈമിൽ വ്യത്യാസം വരുമല്ലോ. സോ അതിനെ നമ്മൾ അസിംപ്ടോട്ടിക് ടൈം കോംപ്ലക്സിറ്റി എന്നാണ് പറയുന്നത് ആ ബിഹേവിയറിനെ. So, it is the asymptotic complexity of an algorithm which ultimately determines the size of problems that can be solved by the algorithm. Okay. So, time complexity നെ പറ്റി പറഞ്ഞു. ഇനി അടുത്തത് സ്പേസ് കോംപ്ലക്സിറ്റി എന്താണെന്നാണ് പറയുന്നത്. അതായത് ഇറ്റ് ഇസ് ദ ആ പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ നമുക്ക് എത്ര കമ്പ്യൂട്ടർ മെമ്മറിയിലാണല്ലോ അത് സ്റ്റോർ ചെയ്യുന്നത്. സോ ദ എമൗണ്ട് ഓഫ് മെമ്മറി ഇറ്റ് നീഡ്സ് ടു റൺ ടു കംപ്ലീഷൻ. ആ പ്രോഗ്രാം റൺ ചെയ്യാനായിട്ട് എത്ര മെമ്മറി വേണം എന്നുള്ളതാണ് സ്പേസ് കോംപ്ലക്സിറ്റിയിൽ പറയുന്നത്. സ്പേസിന്റെ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ഇൻസ്ട്രക്ഷൻ സ്പേസ്, അതായത് ആ പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ട ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യണം. സോ ഇറ്റ് ഇസ് ദ സ്പേസ് നീഡഡ് ടു സ്റ്റോർ ദ കമ്പൈൽഡ് വേർഷൻ ഓഫ് ദ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ്. ദെൻ അടുത്തത് ഡാറ്റ സ്പേസ്, അതായത് ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുമല്ലോ, ഡാറ്റാസ് കൊടുക്കുമല്ലോ. സോ ആ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ്. സ്പേസ് നീഡ് ടു സ്റ്റോർ ഓൾ കോൺസ്റ്റന്റ് ആയിക്കോട്ടെ വാരിയബിൾ ആയിക്കോട്ടെ അതിന്റെയൊക്കെ വാല്യൂസ് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമാണ് ഡാറ്റ സ്പേസ്. ഡാറ്റ സ്പേസിന് തന്നെ രണ്ട് പാർട്ട് ഉണ്ട്. അതായത് ഫസ്റ്റ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോൺസ്റ്റൻസും അതുപോലെ വാരിയബിൾസിന്റെ ഒക്കെ അതായത് കോൺസ്റ്റൻസിന്റെയും സിമ്പിൾ വാരിയബിൾസിന്റെയും സ്പേസ് സ്റ്റോർ ചെയ്യാൻ വേണ്ട സ്പേസ്. അടുത്തത് ഡൈനാമിക്കലി അലോക്കേറ്റഡ് ഒബ്ജക്ട്സ്, നമുക്ക് ഈ അറേസും ക്ലാസ് അങ്ങനെ റൺ ടൈമിൽ മാത്രം അലോക്കേറ്റ് ചെയ്യുന്ന ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കും. സോ അവരുടെ സ്പേസ്, അങ്ങനെ രണ്ടെണ്ണം ഡാറ്റ സ്പേസിൽ തന്നെ രണ്ട് കമ്പോണൻസ് വരുന്നുണ്ട്. ദെൻ ലാസ്റ്റ് എൻവയോൺമെന്റൽ സ്റ്റാക്ക് സ്പേസ് എന്നുള്ള ഒരു സ്പേസ് കൂടെ നമ്മുടെ സ്പേസ് കോംപ്ലക്സിറ്റിനെ പറ്റി പറയാണ്. അതായത് പ്രോഗ്രാം റൺ ചെയ്യാൻ കംപ്ലീഷൻ വരെ റൺ ചെയ്യാൻ ആയിട്ട് നമുക്ക് എത്രത്തോളം കമ്പ്യൂട്ടർ മെമ്മറി വേണം, അതിനെയാണ് സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ സ്പേസിൽ തന്നെ പലതരം സ്പേസ് നമുക്ക് ആവശ്യമുണ്ട്. ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ ഇൻസ്ട്രക്ഷൻ സ്പേസ് വേണം, ഡാറ്റാസ് വാരിയബിൾസും കോൺസ്റ്റന്റ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ ഡാറ്റ സ്പേസ് വേണം. അപ്പൊ അതിന്റെ രണ്ട് കമ്പോണന്റ് പറഞ്ഞു അല്ലെ, കോൺസ്റ്റൻസും വാരിയബിൾസും ഒക്കെ ഒരെണ്ണം, അടുത്തത് ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യുന്ന ക്ലാസ് അറേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ദെൻ എൻവയോൺമെന്റൽ സ്റ്റാക്ക് സ്പേസ്, അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ നീഡഡ് ടു റെസ്യൂം എക്സിക്യൂഷൻ ഓഫ് പാർഷ്യലി കംപ്ലീറ്റഡ് ഫങ്ഷൻസ്. നമ്മളിപ്പോ ഇതിന്റെ വർക്കിംഗ് ഒരു പ്രോഗ്രാം ഒരു കമ്പ്യൂട്ടറിന് ഒരുപാട് പ്രോഗ്രാംസ് വർക്ക് അറ്റ് എ സെയിം ടൈം വർക്ക് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പൊ അതെങ്ങനെയാ ചെയ്യാം, ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞ് ഫുള്ളായിട്ട് അവസാനിപ്പിച്ചിട്ട് അടുത്തത് തുടങ്ങുക, അങ്ങനെയൊന്നുമല്ല വർക്കിംഗ് നടക്കുക. അതായത് സി പി യുവിന് ആവശ്യമുള്ള അവൈലബിൾ ആവുന്നതിനനുസരിച്ച് ആവശ്യമുള്ള പ്രോഗ്രാംസ് റൺ ചെയ്യുന്നു. ദെൻ അതിനെന്തെങ്കിലും ഹോൾട്ട് വരുമ്പോൾ, അതായത് ഇപ്പൊ എന്തെങ്കിലും എക്സ്ട്രാ ഫംഗ്ഷൻസ് വർക്ക് ചെയ്യണം, ഇൻപുട്ട് വേണം, അങ്ങനെയുള്ള സമയത്ത് ഹോൾട്ട് ചെയ്യുമ്പോൾ അതിനെ അവിടെ മാറ്റി നിർത്തി പുതിയ പ്രോഗ്രാം എടുത്ത് അതിനെ പുതിയ ടാസ്ക് എടുത്തു അതിനെ വർക്ക് ചെയ്യിക്കുന്നു. അങ്ങനെയാണ്. അപ്പൊ പാർഷ്യലി കംപ്ലീറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ടാവും, ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെ അവരെയൊക്കെ പറ്റിയിട്ടുള്ള അവരുടെ ഇൻഫോർമേഷൻസ് അത് റെസ്യൂം ചെയ്യണോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എക്സ്ട്രാ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഈ ഒരു ഇൻസ്ട്രക്ഷൻസോ ഡാറ്റയോ കൂടാണ്ട് അതിന്റെ എക്സിക്യൂഷന് സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ്, അപ്പൊ അതിനും സ്റ്റോർ ചെയ്യാൻ സ്പേസ് തന്നെ വേണം. സോ ആ സ്പേസ് ആണ് എൻവയോൺമെന്റൽ സ്റ്റാക്ക് സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സ്പേസ് കോംപ്ലക്സിറ്റിയിൽ പറയാനുള്ളത് കേട്ടോ. അപ്പൊ ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ പറയാം. ഇനി അൽഗോരിതം ഡിസൈൻ ഗോൾസ്, 3 ബേസിക് ഡിസൈൻ ഗോൾസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താ വെച്ചാല് ട്രൈ ടു സേവ് ടൈം കുറയ്ക്കാൻ നോക്കാം. ട്രൈ ടു സേവ് സ്പേസ് കുറയ്ക്കാൻ നോക്കണം. ട്രൈ ടു സേവ് ഫേസ് സേവ് ചെയ്യാൻ നോക്കണം. അതെന്താ അതിന്റെ അർത്ഥം? അതായത് നമ്മളിങ്ങനെ ടൈമും സ്പേസും ഒക്കെ കുറച്ചാൽ മാത്രം പോരാ, ലോജിക്കൽ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാം, അനാവശ്യമായിട്ടുള്ള ഈ ഗാർബേജ് വാല്യൂസ് ഒരുപാട് വരുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ മിസ്റ്റേക്സ് വരുന്ന പ്രോഗ്രാംസ് വരുത്താതെ കറക്റ്റ് ആയിട്ടുള്ള ലോജിക്കൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് വരുത്താനും നോക്കണം. അപ്പൊ ഈ മൂന്നാണ് ബേസിക് ഡിസൈൻ ഗോൾസ് വരുന്നത്. സോ എ പ്രോഗ്രാം ദാറ്റ് റൺ ഫാസ്റ്റർ ഇസ് ഓഫ് കോഴ്സ് എ ബെറ്റർ പ്രോഗ്രാം. സോ സേവിങ് ടൈം ഇസ് എൻ ഒബ്വിയസ് ഗോൾ. കറക്റ്റ് അല്ലേ? അതുപോലെ തന്നെ എന്താ, പ്രോഗ്രാം ദാറ്റ് സേവ് സ്പേസ് ഓവർ എ കോമ്പീറ്റിംഗ് പ്രോഗ്രാം ഇസ് കൺസിഡർ ഡിസൈറബിൾ. ഇപ്പൊ രണ്ട് സെയിം പ്രോഗ്രാംസ് ആണ്, ഒരെണ്ണത്തിന് സ്പേസ് കുറവാണ് എന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം, ആ കുറവുള്ള പ്രോഗ്രാം ആണ് ബെറ്റർ പ്രോഗ്രാം. അപ്പൊ അത് ഡിസൈറബിൾ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് സേവ് ഫേസ്, അതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാല് പ്രിവെന്റിംഗ് ദ പ്രോഗ്രാം ഫ്രം ലോക്കിംഗ് അപ്പ് ഓർ ജനറേറ്റിംഗ് റീംസ് ഓഫ് ഗാർബിൾ ഡാറ്റ. അതായത് നമുക്ക് ഇങ്ങനെ ഇപ്പോ ഇതിൽ സ്റ്റേജിലൊക്കെ വരില്ലേ, ഡെഡ് ലോക്ക് വരാം.
അപ്പൊ അങ്ങനത്തെ ഒന്നും ഡെഡ്ലോക്ക് ഒന്നും വരാത്ത, അതായത് ഒരു ലൂപ്പിൽ തന്നെ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുക, അതുപോലെ നമുക്ക് ഒരു ലൂപ്പായിട്ട് ഇതുപോലെ എല്ലാ ഗാർബിൾഡ് ഡാറ്റാസ് കിട്ടിക്കൊണ്ടിരിക്കുക ഔട്ട്പുട്ട് ആയിട്ട്. അപ്പൊ അങ്ങനത്തെ പ്രോഗ്രാംസ് ഒന്നും ഉണ്ടാക്കാതെ കറക്റ്റ് ലോജിക്കലായിട്ട് വർക്കിംഗ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കൂടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അൽഗോരിതത്തിലെ മൂന്നാമത്തെ ഡിസൈൻ ഗോൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ സേവ് സ്പേസ് ആൻഡ് സേവ് ഫേസ്. ഇനിയാണ് കോംപ്ലക്സിറ്റി അനാലിസിസിനെ പറ്റിയിട്ട് പറയാൻ പോകുന്നത്. കോംപ്ലക്സിറ്റി ഓഫ് അൽഗോരിതം. So complexity of an algorithm M is the function which gives the running time and or storage space requirement of the program in terms of size n of the input data. അപ്പൊ നമ്മൾ ഈ കോംപ്ലക്സിറ്റി, അൽഗോരിതം കോംപ്ലക്സിറ്റി, ഓരോ അൽഗോരിതത്തിന്റെയും കോംപ്ലക്സിറ്റി ഒക്കെ നമ്മൾ ഇനി പഠിക്കും. അപ്പൊ അതെന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ. ഓക്കെ, ഒരു എഫ് ഓഫ് എൻ ആയിക്കോട്ടെ, ഒരു ഫംഗ്ഷൻ ആണ് അത്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ റണ്ണിങ് ടൈമിനെ ബേസ് ചെയ്താവാം, അതല്ലെങ്കിൽ സ്പേസ് റിക്വയർമെന്റിനെ ബേസ് ചെയ്താവാം. ഇതിനൊക്കെയും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന്റെ സൈസ്, അതാണ് സൈസ് എന്ന് ജനറലി നമ്മൾ പറയാണ്. ഇൻപുട്ട് ഡാറ്റയുടെ സൈസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കോംപ്ലക്സിറ്റി പറയുന്നത്. ഓക്കെ, ഇൻപുട്ട് ഡാറ്റ എൻ ആണെന്നെങ്കിൽ ആ എന്നിനെ ബേസ് ചെയ്തിട്ടാണ് അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. Mostly, the storage space required by an algorithm is simply a multiple of the data size n. Okay. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഉണ്ടല്ലോ, ആ ഇൻപുട്ടിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും സാധാരണഗതിയിൽ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത്. ഇൻപുട്ടിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ സ്റ്റോറേജിന്റെ സൈസും കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോംപ്ലക്സിറ്റിയിൽ സ്പേസ് കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ആ സ്പേസിനെ പറ്റി അധികം പറയാറില്ല. നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റണ്ണിങ് ടൈമിനെയാണ്. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കോംപ്ലക്സിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത്, സ്പേസ് കോംപ്ലക്സിറ്റിയും ടൈം കോംപ്ലക്സിറ്റിയും. അപ്പൊ ജനറലി നമ്മളുടെ സ്പേസ് കോംപ്ലക്സിറ്റി ഈ ഇൻപുട്ട് ഡാറ്റയുടെ ഡയറക്റ്റ് മൾട്ടിപ്പിൾ ആവാനാണ് സാധ്യത. ഓക്കെ, അതുകൊണ്ട് തന്നെ ടൈം കോംപ്ലക്സിറ്റിയിലാണ് നമ്മളിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. കറക്റ്റ്, ക്ലിയർ ആണല്ലോ അല്ലെ? സോ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എൻ gives the running time of an algorithm depends not only on the size of the input data but also on the particular data. അപ്പൊ പക്ഷേ റണ്ണിങ് ടൈം ആണെങ്കിൽ സ്പേസ് നമ്മൾ പറഞ്ഞല്ലോ ഡയറക്റ്റ് ആയിട്ട് ഇൻപുട്ടിന് ഡാറ്റേന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. പക്ഷെ നമ്മളുടെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത് ഇൻപുട്ട് ഡാറ്റേന്റെ സൈസിനെ മാത്രമായിരിക്കില്ലേ, എന്ത് ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്തും ഇരിക്കും. ഓക്കെ, നോട്ട് ഓൺലി ഓൺ ദ സൈസ് ഓഫ് ദ ഡാറ്റ ബട്ട് ഓൺ ദ പെർട്ടിക്കുലർ ഡാറ്റ. അപ്പൊ റണ്ണിങ് ടൈമിന്റെ അല്ലെങ്കിൽ ഈ ടൈം കോംപ്ലക്സിറ്റിയിലെ ഡിഫറൻസസ് വരുന്നത് ഡാറ്റേനനുസരിച്ചിട്ട് ഡിഫറൻസസ് വരും. സോ ദ കോംപ്ലക്സിറ്റി ഫംഗ്ഷൻ ഫോർ സർട്ടൻ കേസസ് ആർ, കുറച്ച് ടൈപ്പ് ഓഫ് കോംപ്ലക്സിറ്റി ഉണ്ട്. ആദ്യത്തെയാണ് ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി. ബെസ്റ്റ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ദ മിനിമം പോസിബിൾ വാല്യൂ ആണ് എഫ് ഓഫ് എൻ. അതായത് കോംപ്ലക്സിറ്റി ഏറ്റവും കുറവുള്ളത്, ഫംഗ്ഷന് കിട്ടുന്ന എഫ് ഓഫ് എന് കിട്ടുന്ന ഏറ്റവും മിനിമം ആയിട്ടുള്ള വാല്യൂ, അതാണ് ബെസ്റ്റ് കേസ് എന്ന് പറയാം. എപ്പോഴും നമ്മൾ ഒപ്റ്റിമൽ ആയിട്ടുള്ള ഇൻപുട്ട് കൊടുക്കുമ്പോൾ, കറക്റ്റ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ആയിരിക്കും. ഇനി അത് നമ്മൾ ഒരു എക്സാമ്പിൾ പറയാൻ എങ്ങനെയാ അറിയോ? നമ്മളിപ്പോ ഒരു സോർട്ടിങ് അല്ലെങ്കിൽ ഒരു സ്മോളസ്റ്റ് നമ്പർ, ഒരു ലിസ്റ്റ് തന്നു, ഒരു അറേ തന്നു, അതിനകത്തുനിന്ന് സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. ഒരു നമ്പർ അറേ തന്നു സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചോളൂ. അപ്പൊ അതിലെ ഫസ്റ്റ് എലമെന്റ് തന്നെയാണ്, അല്ലെങ്കിൽ അത് സോർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു, അത് മതി സോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. അപ്പോ ഓൾറെഡി സോർട്ടഡ് അറേ ആണെങ്കിൽ, അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു എലമെന്റ് ഫസ്റ്റിൽ മാത്രമാണ് ഒരു എലമെന്റ് ചേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടെങ്കിലൊക്കെ എന്താ ഉണ്ടാവുക, നമുക്ക് വളരെ ഈസി ആയിട്ട് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ, ഒറ്റ ലൂപ്പിൽ തന്നെ ആ പ്രോഗ്രാം സോർട്ട് ചെയ്ത് പെർഫെക്റ്റ്ലി സോർട്ടഡ് അറേ ആയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ ബെസ്റ്റ് കേസാ. പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര ട്വിസ്റ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഓരോരോ ഐട്രേഷനിൽ ഓരോരോ സ്റ്റെപ്പ് മൂവ് ചെയ്തിട്ട് വേണം ലാസ്റ്റ് ഐട്രേഷനിലൊക്കെ ആവുമ്പോഴായിരിക്കാം നമുക്കത് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ്ലി സോർട്ടഡ് അറേ ആയിട്ടൊക്കെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അതിന്റെ കോംപ്ലക്സിറ്റി, അത് മീൻസ് അത്ര എളുപ്പമല്ല അല്ലെ, ബെസ്റ്റ് കേസ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് നമുക്ക് ലാസ്റ്റിലത്തെ കേസിലോട്ട് പോവാം. ഓക്കെ, സോ ബെസ്റ്റ് കേസ് ആണ് മിനിമം വാല്യൂ. ആവറേജ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും നമ്മളുടെ മീഡിയം എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എഫ് ഓഫ് എൻ. ദെൻ വേർസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ എന്താ, മാക്സിമം ടൈം എടുക്കും, മാക്സിമം വാല്യൂ ഓഫ് എഫ് ഓഫ് എൻ ഫോർ എനി കീ പോസിബിൾ ഇൻപുട്ട്. ക്ലിയർ ആണല്ലോ? കോംപ്ലക്സിറ്റി 3 ടൈപ്പ് പറയാം. ബെസ്റ്റ് കേസ് അതാണ് ഏറ്റവും ഒപ്റ്റിമൽ ആയ മിനിമം ആയിട്ടുള്ള വാല്യൂ വരുന്നത്. ആവറേജ് കേസ് ആണ് നമ്മളുടെ എക്സ്പെക്ടഡ് വാല്യൂ വരിക. ദെൻ വേർസ്റ്റ് കേസ് ആണ് ഏറ്റവും മാക്സിമം വാല്യൂ കിട്ടുന്നത്. ഇപ്പൊ 3 ടൈപ്പ് കോംപ്ലക്സിറ്റി പറഞ്ഞു. ഇനി in the field of computer science which studies efficiency of algorithm is known as analysis of algorithm. Okay,
ഈ അൽഗോരിതം അനാലിസിസ് എന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയാ ഒരു സബ്ജക്ട് തന്നെ ഉണ്ട് കേട്ടോ. അൽഗോരിതം അനാലിസിസ്, ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം എന്നൊക്കെ പറയുന്നത് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ്. നമ്മളിപ്പോ അതിന്റെ ചെറിയൊരു പോർഷൻ ആണ് ഇപ്പൊ നോക്കാൻ പോകുന്നുള്ളൂ. So algorithms can be evaluated by a variety of criteria. Most often, we shall be interested in the rate of growth of time or space requirement to solve larger and larger instances of a problem. We will associate with the problem an integer called the size of the problem, which is the measure of the quantity of input data. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണിത്. നമുക്ക് ടൈം അല്ലെങ്കിൽ സ്പേസ് ആണ് മെഷർമെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ദെൻ അത് തന്നെ നമ്മൾ ഇൻപുട്ടിന്റെ സൈസിനെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം മെഷർമെന്റ്സ് പറയാൻ പോകുന്നത്. ഇനി അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ. അപ്പൊ അടുത്തതാണ് നമ്മളിപ്പോ ഹെഡിങ്ങിൽ നിങ്ങൾ കണ്ടല്ലോ ബിഗ് ഒ നൊട്ടേഷൻ നോക്കി. അപ്പൊ അവരാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ്. They are the mathematical representation of complexity. ടൈം കോംപ്ലക്സിറ്റിയോ സ്പേസ് കോംപ്ലക്സിറ്റി ഒക്കെ പറഞ്ഞില്ലേ, അപ്പൊ അവരെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസിനെയാണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് എന്ന് പറയുന്നത്. The following notations are commonly used notation in performance analysis and used to characterize the complexity of an algorithm. First one, big O, വലിയ O ട്ടോ, big O notation, big omega notation, big theta notation. അപ്പൊ ഈ മൂന്ന് നൊട്ടേഷൻസിനെയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ്. ഓക്കെ, കോമൺലി യൂസ് ചെയ്യുന്ന അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് ആണ്. ഇവരെന്തിനാ? കോംപ്ലക്സിറ്റി മെഷർമെന്റ് ചെയ്യാൻ വേണ്ടി, കോംപ്ലക്സിറ്റി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്ന് എന്താണ് എങ്ങനെയാണെന്നൊക്കെ നോക്കണം കേട്ടോ. ശരിക്കും ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ബിഗ് ഒ, അപ്പർ ബൗണ്ട്. ഓക്കെ, അപ്പർ ബൗണ്ട് സെറ്റ് ചെയ്യാനായിട്ടാണ് ബിഗ് ഒ ചോദിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാക്സിമം ടൈം, വേർസ്റ്റ് കേസ്. It is used to define the upper bound or worst case of an algorithm in terms of time complexity. Clear ആണല്ലോ? ടൈം കോംപ്ലക്സിറ്റിയില് വേർസ്റ്റ് കേസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. ബിഗ് ഒ എന്നുള്ള അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് മെഷേഴ്സ് ദ വേർസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി or the maximum time required by an algorithm for all input values. ഇപ്പൊ നമ്മൾ ഏത് ഇൻപുട്ട് വാല്യൂ കൊടുത്താലും അത് ചെയ്യാൻ വേണ്ട മാക്സിമം ടൈം ഉണ്ടാവുമല്ലോ, അതിന് കാണിക്കുന്നതാണ് ബിഗ് ഒ നൊട്ടേഷൻസ്. അപ്പോ ഈ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാല് അത് കണ്ടില്ലേ, ഇതാണ് ഒരു നോർമൽ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ് കാണുന്നത്, മെഷർമെന്റ് ആണ് കാണുന്നത്. സോ ആ ഒരു പെർഫോമൻസിലെ മാക്സിമം ജി ഓഫ് എൻ കണ്ടോ, അതിന്റെ ഏറ്റവും മാക്സിമത്തിൽ കൂടിയാണ് ജി ഓഫ് എൻ പോകുന്നത്. സോ ജി ഓഫ് എന്റെ വാല്യൂ എപ്പോഴും എഫ് ഓഫ് എന്റെ കറക്റ്റ് നമ്മളുടെ എക്സ്പെക്ടഡ് നടക്കുന്ന വാല്യൂ എഫ് ഓഫ് എൻ ആയിരിക്കും, പക്ഷെ അതിന്റെ വാല്യൂവിനേക്കാളും എപ്പോഴും വലുതായിരിക്കും ജി ഓഫ് എന്റെ വാല്യൂ. അതിന്റെ മാക്സിമം വാല്യൂ അതായിരിക്കും ജി ഓഫ് എന്റെ വാല്യൂ ഉണ്ടാവുന്നത്. സോ ഫോർ എ ഫംഗ്ഷൻ എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓ ഓഫ് ജി ഓഫ് എൻ, കറക്റ്റ് അല്ലേ? says that the growth rate of f of n is less than or equal to that of g of n. f of n ന്റെ റേറ്റ് എപ്പോഴും ജി ഓഫ് എന്റെ റേറ്റിനേക്കാളും കുറവായിരിക്കും, അല്ലെങ്കിൽ കണ്ടോ പെർട്ടിക്കുലർ പോയിന്റിൽ ഈക്വൽ, അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എൻ ആയിരിക്കും. അപ്പൊ ഇതാണ് ബിഗ് ഒ നൊട്ടേഷൻ. അപ്പൊ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ബിഗ് ഒ ഫോർ വേർസ്റ്റ് കേസ്, അപ്പർ ബൗണ്ട് ആണ്. സോ ഒരു ഇൻപുട്ട്, ഏത് ഇൻപുട്ടിനും അത് വർക്ക് ചെയ്യാൻ വേണ്ട മാക്സിമം ടൈം കാണിക്കാനാണ് ബിഗ് ഒ നൊട്ടേഷൻസ് യൂസ് ചെയ്യുന്നത്. ദെൻ എപ്പോഴും ഈ നൊട്ടേഷൻസ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രാഫ് പ്ലസ് ഈ ഒരു റിലേഷൻ എഴുതണം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ബിഗ് ഒ. നെക്സ്റ്റ് ഒമേഗ. അപ്പോ നേരത്തേത് എന്തായിരുന്നു? വേർസ്റ്റ് കേസ് ആയിരുന്നു. അപ്പൊ ഒമേഗ എന്തായിരിക്കണം? അത് ലോവർ ബൗണ്ട്, അതായത് ദ ബെസ്റ്റ് കേസിന് വേണ്ടിയിട്ടാണ് ഒമേഗ നൊട്ടേഷൻസ് യൂസ് ചെയ്യുന്നത്. സോ ഒമേഗ ഓഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഫോർമൽ വേ ടു എക്സ്പ്രസ് ദ ലോവർ ബൗണ്ട് ഓഫ് എൻ അൽഗോരിതംസ് റണ്ണിംഗ് ടൈം. ഓക്കെ, സോ ഇറ്റ് ഇസ് ദ ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ഓർ ദ ബെസ്റ്റ് എമൗണ്ട് ഓഫ് ടൈം എൻ അൽഗോരിതം ക്യാൻ പോസിബിളി ടേക്ക് ടു കംപ്ലീറ്റ്. അപ്പൊ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ഷോർട്ടസ്റ്റ് ടൈം, മിനിമം ടൈം, ബെസ്റ്റ് കേസ് ടൈം ആണ് ഇവിടെ ഒമേഗ നൊട്ടേഷൻസിൽ കാണിക്കുന്നത്. അപ്പോ ഈ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ കണ്ടോ, ഇതിലെ ഒരു ബെറ്റർ പോയിന്റ് ആണ്. സോ ഇനി ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് എൻ ജി ഓഫ് എൻ എന്ന് പറയുന്ന എഫ് ഓഫ് നേക്കാളും കുറവായിരിക്കും. അപ്പൊ നമ്മളുടെ ഫംഗ്ഷന്റെ ഗ്രോത്ത് റേറ്റിനേക്കാളും കുറവാണ് ഒമേഗ എൻ വരുന്നത്, ജി ഓഫ് എൻ വരുന്നത്, വിച്ച് മീൻസ് ഇറ്റ് ഇസ് ദ ബെസ്റ്റ് കേസ്. ഫംഗ്ഷൻ, നമ്മളുടെ ഫംഗ്ഷൻ എടുക്കാവുന്ന ഏറ്റവും ചെറിയ ടൈം,
ആ ടൈമിനെയാണ് ജി ഓഫ് എൻ കാണിക്കുന്നത്. അപ്പൊ എഫ് ഓഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ ഓഫ് ജി ഓഫ് എൻ. കറക്റ്റ് അല്ലേ? വിച്ച് മീൻസ് എന്താ? ഗ്രോത്ത് റേറ്റ് ഓഫ് എഫ് ഓഫ് എൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് ഓഫ് ജി ഓഫ് എൻ. എപ്പോഴും അങ്ങനെയാണ്. അപ്പൊ ജി ഓഫ് എൻ എന്ന് പറയുന്നത് മിനിമം ടൈം ആണ്, അതല്ലെങ്കിൽ ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ആണ്. അടുത്തത് തീറ്റ നൊട്ടേഷൻ. അപ്പോൾ നമുക്ക് വേർസ്റ്റ് കേസും കഴിഞ്ഞു, ബെസ്റ്റ് കേസും കഴിഞ്ഞു. അപ്പൊ ഇതെന്തായിരിക്കും? ആവറേജ് കേസ് ടൈം കോംപ്ലക്സിറ്റി ആയിരിക്കും അല്ലെ? അപ്പൊ തീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫോർമൽ വേ ടു എക്സ്പ്രസ് ബോത്ത് ദ ലോവർ ബൗണ്ട് ആൻഡ് അപ്പർ ബൗണ്ട് ഓഫ് എൻ അൽഗോരിതംസ് റണ്ണിംഗ് ടൈം. It defines the average bound of an algorithm in terms of time complexity. Clear അല്ലേ? Average ആണ്. അപ്പോൾ ബിഗ് തീറ്റ notation always indicates the average case of an algorithm time complexity or the average time required by an algorithm for all input values. ഒരു അൽഗോരിതത്തിന്റെ റൺ ചെയ്യാൻ വേണ്ട ആവറേജ് ടൈം, ഏത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും അതാണ് ഇത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കാണുന്നത്? ജി ഓഫ് എന്നും ഇതിന് ജി വൺ ഓഫ് എന്ന് ജി ടു ഓഫ് എന്ന് കാണിക്കാം കേട്ടോ. അപ്പൊ ഇതാണ് അതിന്റെ ലോവർ ടൈം, ഇതാണ് അതിന്റെ അപ്പർ വരുന്നത്. ദെൻ അപ്പൊ മീഡിയത്തിലാണ് എഫ് ഓഫ് എൻ കിടക്കുന്നത്. സോ തീറ്റ ഓഫ് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ജി ഓഫ് എൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് big O of f of n and gn of n equal to omega of f of n for all n greater than n theta. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഡെഫിനേഷനിലേക്ക് ഞാനത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതൊരു ഓൾഡ് ഡെഫിനേഷൻ ആയിരുന്നു. Then so we write f of n is equal to theta of g of f. Theta എന്ന് പറയുന്നത് ആവറേജ് കേസ് ആണെന്ന് പറഞ്ഞു. രണ്ട് വാല്യൂന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള വാല്യൂ അതാണ് നമുക്ക് കിട്ടുന്നത്. അതായത് അപ്പർ ബൗണ്ടിന്റെയും ലോവർ ബൗണ്ടിന്റെയും നടുക്കുള്ള വാല്യൂ ആണ്, എക്സ്പെക്ടഡ് വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. So f of n is equal to theta of g of n. If there are ഇതാണ് കറക്റ്റ് ഡെഫിനിഷൻ വരുന്നത്, പോസിറ്റീവ് കോൺസ്റ്റന്റ്സ്, മൂന്ന് കോൺസ്റ്റന്റ്സ് n0, c1 and c2 such that to the right of n0, അതായത് ആഫ്റ്റർ ദ പോയിന്റ് n0 ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫംഗ്ഷൻ ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ c1 into g of n and c2 into g of n. അതായത് ഇതാണ് നോക്കേണ്ടത്. ഓക്കെ, സോ നമ്മുടെ ഫംഗ്ഷൻ ആക്ച്വൽ ഫംഗ്ഷൻ ഇതാണ് എഫ് ഓഫ് എൻ. സോ ഒരു ആഫ്റ്റർ ഒരു പെർട്ടിക്കുലർ ടൈം, കുറച്ച് സമയം അതിന്റെ വാരിയേഷൻസ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ആഫ്റ്റർ ഒരു പെർട്ടിക്കുലർ ടൈം n0 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ലോവർ ബൗണ്ടിന്റെയും അപ്പർ ബൗണ്ടിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ഓൾവേസ്. സോ c1 into g of n and c2 into g of n, രണ്ടിന്റെയും നടുക്കിലായിരിക്കും എഫ് ഓഫ് എൻ ഉണ്ടായിരിക്കുക. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള തീറ്റന്റെ ഡെഫിനേഷൻ കേട്ടോ. അപ്പൊ മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻ പറഞ്ഞാൽ ഇതാണ് തീറ്റ ഓഫ് ജി ഓഫ് എൻ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എൻ സച്ച് ദാറ്റ് ദർ എക്സ് ഇസ് പോസിറ്റീവ് കോൺസ്റ്റന്റ് c1, c2 and n0 such that 0 less than or equal to c1 into g of n less than or equal to f of n less than or equal to c2 into g of n. അപ്പോൾ ഇൻ ബിറ്റ്വീൻ സീറോന്റെയും മാക്സിമത്തിന്റെയും മാക്സിമത്തിന്റെയും ഇടയിൽ, അത് മാക്സിമം എന്ന് പറയുന്നത് c2 into g of n ആണ്. സോ ഇതാണ് ഓർഡർ, c1 into g of n ആണ്, അത് കഴിഞ്ഞാൽ f of n, then അതിലും വലുതാണ് c2 into g of n. അപ്പോൾ ഇങ്ങനത്തെ അതാണ് c1 ഉം c2 ഉം കോൺസ്റ്റന്റ്സ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ വെച്ചിട്ടായിരിക്കും. അപ്പർ ബൗണ്ടും ഒരെണ്ണം അപ്പർ ബൗണ്ടും ഒരെണ്ണം ലോവർ ബൗണ്ടും നമുക്ക് കിട്ടേണ്ടത് ഇൻ ബിറ്റ്വീൻ ആണ് തീറ്റ. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അതിന്റെ കൂടെ ഈ ഒരു ഡയഗ്രാം കൂടെ പറയാം. അപ്പൊ നമ്മൾ 3 ടൈപ്പ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസും പറഞ്ഞു കഴിഞ്ഞു. ബിഗ് O എന്ന് പറയുന്നത് വേഴ്സ്റ്റ് കേസിനായിരുന്നു, ദെൻ ഒമേഗ എന്ന് പറയുന്നത് ബെസ്റ്റ് കേസിനായിരുന്നു, തീറ്റ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ കേസസിനായിരുന്നു. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക് ഓൾമോസ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നോട്ട്സ് ഞാൻ കൂടെ കൊടുക്കാം, അപ്പോൾ നോക്കി അതിനനുസരിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു.